എൻ്റെ പേര് ക്രിസ്റ്റി ടിനു. ഞാൻ മാരാരിക്കുളത്തു നിന്നാണ് വരുന്നത്. 2021 ഒക്ടോബർ 26 എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യം എൻട്രൻസ് എക്സാം എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി അഡ്മിഷനൊക്കെ ആകുന്ന സമയത്ത് ഒരു പേപ്പറിൻ്റെ ഒരു വർക്ക് വന്ന് ഒരു ഇഷ്യൂ ഉണ്ടായി. ഞങ്ങൾക്ക് കോവിഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഞാൻ കുറേ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പഠനത്തിൻ്റെ എന്തെങ്കിലും ഒരു അവസ്ഥ ഇതിപ്പോൾ എന്ന് വെച്ചാൽ എൻട്രൻസ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അപ്പോഴേക്കും ഒരു ദിവസം ഇങ്ങോട്ടായിട്ട് ഒരു ജർമ്മനിയിൽ പഠിക്കാനായിട്ട് ഉപരിപഠനത്തിന് പഠിക്കാനായിട്ട് ഒരച്ഛൻ വഴി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഓഫർ ഞങ്ങളുടെ അടുത്തൊരു നടക്കുന്നുണ്ട്, നിങ്ങളതൊന്നും ചെയ്ത് നോക്കുക, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതൊന്ന് പാസ്സാകുവാണെങ്കിൽ ഇങ്ങനെ 1 വർഷം എൻട്രൻസ് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നേഴ്സിംഗ് എടുക്കാം, കൊച്ചിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പിന്നെയും പഠിച്ചിട്ട് ഡോക്ടറിന് വേണ്ടിയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തു, അതിന് പാസ്സായി. ഞങ്ങളുടെ കോഴ്സ് തുടങ്ങുന്ന ആ ആഴ്ചയാണ് എനിക്ക് കോവിഡ് വന്ന് പോകാൻ പറ്റിയില്ല. 2 മാസം കഴിഞ്ഞ് ആ കോഴ്സിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ഈ 2 മാസവും കോവിഡും അതിൻ്റെ തുടങ്ങിയ രൂക്ഷമായ സമയമായതുകൊണ്ട് അതിൻ്റെ പ്രോട്ടോക്കോളെല്ലാം പാലിച്ച് ഞങ്ങൾ വന്നപ്പോഴേക്കും എൻ്റെ എക്സാമിന് 1 ആഴ്ചയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ചപ്പോഴേക്കും അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു, അങ്ങനെ ഇത്രയും ആബ്സെൻ്റ് ഉള്ളതുകൊണ്ട് ആ കൊച്ചിന് ചേർക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇനി എക്സാം എഴുതിയിട്ടും കാര്യമില്ല, എന്താണെങ്കിലും ജയിക്കത്തില്ല, ജർമ്മൻ അത്രയും ടഫായിട്ടുള്ളൊരു ലാംഗ്വേജ്, അതുകൊണ്ട് ഇനി ചേർന്നിട്ട് കാര്യമില്ല, വെറുതെ അടുത്ത ഒരു ബാച്ചായിട്ട് കുഞ്ഞിന് എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്രയും ലാഗ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പഠിത്തത്തെ അത് ബാധിക്കും, അത്രയും വർഷം ലാഗൊക്കെ ആവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഈ വർഷം തന്നെ ഈ ബാച്ചിൻ്റെ കൂടെ ഒന്ന് എഴുതി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇത്രയും പെർസെൻറ്റേജ് 60% മാർക്ക് വേണം, അത് ഈ 2 മാസം പഠിച്ച കുട്ടികൾക്ക് തന്നെ ഭയങ്കര പാടാണ്, അപ്പോൾ ഇത്രയും ആബ്സെൻ്റ് വന്നിട്ട് കുട്ടിക്ക് അത് എടുക്കാൻ പറ്റത്തില്ല, എങ്കിലും അത്രയും പറഞ്ഞതുകൊണ്ട് എഴുതി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ A1 എക്സാം എഴുതി. അതിനെനിക്ക് 78% മാർക്കോടെ ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ A1 എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് A2-നും ഇങ്ങനെ എനിക്ക് എപ്പോഴും അസുഖങ്ങൾ കുറേ വരുമായിരുന്നു. കുറേ അലർജിയൊക്കെ വന്നു, ത്രോട്ടിൽ അലർജി വന്നു, ശ്വാസകോശത്തിന് അങ്ങനെ കുറേയൊക്കെ അലർജികൾ വന്നു. അതൊക്കെ ആ പഠന സമയത്താണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് A2 അങ്ങനെ ക്ലാസ്സിൽ പോയിട്ടില്ല. ക്ലാസ്സിൽ പോകാതെയാണ് ഞാനിത് മുഴുവൻ അപ്ലൈ ചെയ്യുന്നതും എക്സാമിന് പോകുന്നതും. അങ്ങനെ A1 A2 ജയിച്ചു. B1 എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ജയിക്കുമോ എന്നൊക്കെ. പക്ഷേ B1 നല്ല മാർക്കോടെ എനിക്ക് ഷ്രൈബനൊക്കെ ആണെങ്കിൽ തന്നെയും 94% മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല ശതമാനത്തിൽ മാതാവ് അനുഗ്രഹിച്ചു. B1 നന്നായിട്ട് എക്സാം എഴുതി. B2 എക്സാം ഞങ്ങൾക്ക് കൊൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ B2 തുടങ്ങി പിന്നെ അസുഖങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു. കാരണം ഈ അസുഖങ്ങൾ ഇത്രയും കണ്ടിന്യൂസ് വരുന്നത് കൊണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഡയറക്ടർ തന്നെ പറഞ്ഞു, ഇത്രയും അസുഖങ്ങളൊക്കെ ഇങ്ങനെ തുടരെ വരുവാണെങ്കിൽ അവിടെ ജർമ്മനിയിൽ ചെന്നാലും ഭയങ്കര പാടാണ്, കുറേ മെഡിക്കൽ എക്സാമൊക്കെ എടുക്കേണ്ടി വരും, അതുകൊണ്ട് ഇങ്ങനെ അസുഖം വരുവാണെങ്കിൽ ഇനി നിൻ്റെ പഠിത്തത്തെ അത് ബാധിക്കും, അതുകൊണ്ട് അസുഖം ഇങ്ങനെ ഇനിയും വരുവാണെങ്കിൽ പഠിത്തത്തിന് ഞങ്ങൾ നല്ല ഒന്നും നോക്കിയിട്ട് നിന്നെ എടുക്കണോ വേണ്ടയോ, എക്സാം പാസ്സായിട്ടൊന്നും കാര്യമില്ല, അസുഖം മാറിയാലേ ഇനി എടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഒരു B2 തുടങ്ങിക്കഴിയുമ്പോഴേക്കും ഒരു ദിവസം പോലും എനിക്ക് ലീവ് എടുക്കാതെ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം, ഇനി അസുഖത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡയറക്ടർ എന്നെ വഴക്ക് പറയാനൊരു അവസരം ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം B2 ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്കൊരു പനി പോലും വന്നിട്ടില്ല, ഒരു ചെറിയ തുമ്മൽ പോലും വരാൻ മാതാവ് അനുവദിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൊൽക്കത്തയിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടുത്തെ ഫുഡ് കഴിക്കുകയും ഫുഡിൽ എന്തോ എനിക്ക് അവിടുത്തെ ആ മസാല എന്തോ പിടിക്കാതെ ഫുഡ് പോയ്സണായി. എനിക്ക് തീരെ വയ്യായിരുന്നു. എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് ബെഡേന്ന് പോലും എണീക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ നല്ല കിടപ്പായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നന്നായിട്ട് പേടിച്ചു, ഇങ്ങനെയാണെങ്കിൽ എക്സാം എങ്ങനെ പോകും, എഴുതാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു B2 എന്ന് പറയുമ്പോൾ 4 ടൈൽ എക്സാമാണ്, 4 എക്സാം ഞങ്ങൾക്ക് എഴുതാനുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സാം മാത്രമാണ് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയത്, ബാക്കി 3 എനിക്ക് എഴുതാനേ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡയറക്ടർ ഞങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇൻസ്ട്രക്ഷൻ തന്നത് മിനിമം 2 എക്സാമെങ്കിലും 2 പാർട്ടെങ്കിലും B2-ൻ്റെ പാസ്സായാലേ ആ കൊച്ചിന് ഇനി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള നല്ല ഹെൽപ്പ് ഉണ്ടാകുകയുള്ളൂ,
അതിൽ കൂടുതലാണെങ്കിൽ നോക്കത്തില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എക്സാമിൽ വലിയ പ്രതീക്ഷയില്ലെങ്കിലും മാതാവിൻ്റെ അടുക്ക് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് വലുതായിട്ട് വേണ്ട, എൻ്റെ 2 ടൈലൊന്ന് ജയിച്ച് കിട്ടണം, ബാക്കി 2 ടൈല് പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി, ആ 2 ടൈൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൃത്യമായിട്ട് 2 ടൈല് മാതാവ് നൽകി. അപ്പോൾ ആ മാസം തന്നെ ഞങ്ങൾക്ക് അടുത്ത എക്സാം എഴുതാനുള്ള ഒരു അവസരവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് സാമ്പത്തികം കിട്ടിയില്ല, അതായത് പൈസ ആ സമയത്ത് ഒരുക്കാനായിട്ട് ആ മാസം തന്നെ ആയതുകൊണ്ട് പറ്റത്തില്ല. അപ്പം ഞാനത് എഴുതണ്ട, ഇനി പിന്നെ എപ്പോഴെങ്കിലും അടുത്ത വർഷം എന്തെങ്കിലും എഴുതാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ എക്സാം എഴുതാനായിട്ട് അപ്ലൈ ചെയ്തു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടാ എനിക്ക് എക്സാം എഴുതാനായിട്ടുള്ള സാമ്പത്തികം റെഡിയായിട്ടില്ല, അതുകൊണ്ട് എഴുതുന്നില്ല, അടുത്ത ബാച്ചിൻ്റെ കൂടെ ഞാൻ എഴുതുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എടാ എനിക്കൊരു ദശാംശമായിട്ട് ഞങ്ങളിങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്, അപ്പോൾ ആ പൈസ ഞാൻ നിനക്ക് തരാം, നീ ഈ പ്രാവശ്യം ഒന്ന് എഴുതി നോക്ക്, ഞങ്ങളുടെ കൂടെ എഴുതുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പൈസ റെഡിയായി. ഞങ്ങൾ ആ മാസം തന്നെ ഞാൻ എക്സാം എഴുതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നതെങ്കിലും ഈ B2-ൻ്റെ എല്ലാം കൂടെ പാസ്സായെന്നുള്ള രീതിയിൽ ഒരൊറ്റ സർട്ടിഫിക്കറ്റായിട്ട് എനിക്ക് B2 ഒരു സർട്ടിഫിക്കറ്റേ ഉള്ളൂ, അല്ലാതെ എനിക്ക് 2, സാധാരണ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറേ സർട്ടിഫിക്കറ്റായിട്ട് വരുന്ന അങ്ങനെയൊന്നും വന്നില്ല. എനിക്ക് ആ കൽക്കട്ടയിൽ നിന്ന് തന്നെ ഒറ്റ സർട്ടിഫിക്കറ്റായിട്ട് B2 ഒരൊറ്റ സർട്ടിഫിക്കറ്റായിട്ട് എനിക്ക് വന്നു, ജയിച്ചെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് മാതാവ് ആ പരീക്ഷയുടെ സമയത്തും എക്സാമിൻ്റെ സമയത്തും, ഞാൻ ആദ്യം എഴുതിയ പരീക്ഷേനേക്കാളും 2ാമത്തെ എക്സാം ആയിരുന്നു ഭയങ്കര പാട്. ഞാൻ B2 കഴിഞ്ഞേച്ചു എക്സാം എഴുതി കഴിഞ്ഞിട്ട് അമ്മേനെ വിളിച്ച് പറയുന്നത്, അമ്മ എനിക്ക് പറ്റുന്നില്ല, അത് ഒട്ടും എനിക്ക് വായിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല, നല്ല പാടായിരുന്നു, ഞാൻ തോറ്റുപോകും, മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കുകയുള്ളൂ, അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞതാ. പക്ഷേ ആ B2 എക്സാമിനും നല്ല മാർക്ക് നൽകി, വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഒരു പ്രാവശ്യം എഴുതാനായിട്ട് മാതാവ് എന്നെ അനുവദിച്ചില്ല, ഒരൊറ്റ തവണ തന്നെ എഴുതിയിട്ട് കിട്ടി. അതിനുശേഷം ഞങ്ങളുടെ വിസയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻ്റർവ്യൂസിനെല്ലാം പ്രശ്നമില്ലെങ്കിൽ വിസയുടെ ഇൻ്റർവ്യൂവിന് ഞങ്ങളുടെ കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ തലേദിവസം കിട്ടിയ ഞങ്ങൾക്ക് 2 കോൺട്രാക്റ്റിൻ്റെ തലേദിവസമാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ആ 2 കോൺട്രാക്റ്റിലും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു, കാരണം എനിക്ക് 10 മണിക്ക് കയറേണ്ടതാണ്. ആ 10 മണിക്ക് മുമ്പായിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിസ റിജക്റ്റ് ആകും. അപ്പം ഞാൻ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തിരക്കിയപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എന്താണേലും രാവിലെ ഞങ്ങളെത്തി അതൊക്കെ ചെയ്ത് കിട്ടുമോ എന്നറിയത്തില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, അത് കിട്ടുവാണെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ആ തെറ്റായ സർട്ടിഫിക്കറ്റ് തന്നെ വെച്ച് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു, മാതാവേ ഇത്രയും വരെ നീ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിസയുടെ സമയമാകുമ്പോൾ ഇങ്ങനെ തെറ്റിക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 10 മണിക്ക് കയറാനുള്ള ഇനി കൃത്യം 1/2 മണിക്കൂർ അല്ലെങ്കിൽ ആ 20 മിനിറ്റ് മുമ്പ് ശരിയായ സർട്ടിഫിക്കറ്റ് ആ 2 കോൺട്രാക്റ്റും ശരിയാക്കി എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് പിന്നെയും ഇൻ്റർവ്യൂവിന് കയറാൻ 1/2 മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ശരിയായ ഒരു കോൺട്രാക്റ്റുമായിട്ടാണ് ഞാൻ കയറുന്നതെന്ന്. അവിടെ മാതാവ് വലിയ അനുഗ്രഹം തന്നു. അതിനുശേഷം ഞങ്ങളുടെ വിസ വരാനായിട്ടൊരു സമയമുണ്ടല്ലോ, വിസയ്ക്ക് ഇൻ്റർവ്യൂ എടുത്ത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിസ വന്നു. വിസ വന്നിട്ടും എനിക്ക് വിസ വന്നില്ല, എനിക്കും എൻ്റെ 2 കൂട്ടുകാർക്കും കൂടെ വിസ വന്നിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാവർക്കും വിസ വന്നപ്പോൾ ഞങ്ങളാകെ അങ്ങനെ വിഷമിച്ചു, എല്ലാവർക്കും വിസ വന്നു, എനിക്ക് മാത്രം വിസ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഞാനൊരു ശനിയാഴ്ചയാണ് എല്ലാവർക്കും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ശനിയാഴ്ച വിസ വന്ന് തീർന്നു. ഞായറാഴ്ച വർക്കിംഗ് ഡേ അല്ല, അതുകൊണ്ട് ഞാൻ ആ ഞായറാഴ്ച ഫുള്ള് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ തിങ്കളാഴ്ചക്കുള്ളിൽ, അത് ലാസ്റ്റ് ഡേറ്റ് ആണ്, എനിക്ക് തിങ്കളാഴ്ച വിസ വന്നാലേ അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് പറയണം, അതിനുശേഷമേ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താമസിക്കുന്നതനുസരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടുന്നുണ്ട്, ഈ വിസ റിജക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അങ്ങനെ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വർഷം പോകാൻ പറ്റില്ല, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ തിങ്കളാഴ്ച തന്നെ എൻ്റെ വിസേനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ തിങ്കളാഴ്ച 3 മണിയായപ്പോഴേക്കും എൻ്റെ വിസ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെയിലും കോളും വന്നു. ഞാൻ ഭയങ്കര മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം അവിടെ ഉണ്ടായി. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ 28-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ ജർമ്മനിയിലോട്ട് പോകേണ്ടത്. 28-ാം തീയതി ഏറ്റവും അവസാനം വിസ വന്ന ഞങ്ങളൊരു 6 കുട്ടികളാണ് പോകുന്നത്. ബാക്കി എല്ലാവർക്കും നേരത്തെ വന്ന എല്ലാവരും
1-ാം തീയതി, ഏപ്രിൽ മാസമേ പോകുള്ളൂ. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ 29-ാം തീയതി പോകുന്ന എനിക്കുൾപ്പെടെ ഞാൻ ആ 6 പേരിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കുറവടച്ചാൽ മതി ഫ്ലൈറ്റ് ടിക്കറ്റിന്. അതായത് എൻ്റെക്കാളും 1.5 ലക്ഷം രൂപ കൂടുതലാണ് ബാക്കിയുള്ള എല്ലാവർക്കും. അങ്ങനെ വലിയൊരു അനുഗ്രഹം. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് മാതാവ് അവിടെ ഒരു അനുഗ്രഹം തരാൻ വേണ്ടി എന്നെ ഇത്തിരി കുറച്ച് വിസ താമസിപ്പിച്ചു. എന്നാലും വിസ കിട്ടിയപ്പോൾ എനിക്ക് നേരത്തെ ജർമ്മനിക്ക് പോകാം. 25 തൊട്ട് എനിക്ക് ജർമ്മനിക്ക് പോകാം. നേരത്തെ ചെല്ലുക എന്ന് മാത്രമല്ല, ആ സാമ്പത്തികമായിട്ടും മാതാവ് വലിയൊരു അനുഗ്രഹം തന്നു. പിന്നെ വളരെ ചെറിയതും വലുതുമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇവിടെയായിട്ട് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് പണ്ട് എന്നെ വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് ഈ പഠിത്തത്തിൻ്റെ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് വേദനയും ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു ഇവിടെ ആയിട്ട്. ഇപ്പം അത് കാണാൻ പോലും പറ്റത്തില്ല, അങ്ങനെ ഒരു മാർക്ക് പോലും ഇല്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എനിക്കത് പേടിയായി. ഇത് കരിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. 3 പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, നമ്മുടെ ഇവിടുന്ന് ഞങ്ങളുടെ കൃപാസന പ്രാർത്ഥന രാത്രി ചൊല്ലി കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി 3 പ്രാവശ്യം 3 ദിവസം ഞാനത് തേച്ചു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, വേദന പതുക്കെ കുറയാൻ തുടങ്ങി. ഇപ്പം അത് കാണാൻ പോലും പാടില്ല. ഈ സാക്ഷ്യം എഴുതുന്ന സമയത്ത് പോലും ഞാനിത് മറന്നു പോയിരിക്കുമായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തത് ഇവിടെ ആ അരിമ്പാറയും പോയി. പിന്നെ എൻ്റെ രോഗങ്ങൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ അലർജി വരുന്ന സമയത്തും ഇങ്ങനെ ത്രോട്ടിലേക്ക് അലർജി വരുന്ന സമയത്ത് ഞാൻ തേൻ കഴിക്കുമായിരുന്നു. എന്തെങ്കിലും വേറെ അലർജി വരുവാണെങ്കിൽ തൊലിപ്പുറത്തൊക്കെ ആണെങ്കിൽ തൈലം തേക്കും. അങ്ങനെ മാതാവ് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറേയേറെ അനുഗ്രഹം നൽകി. മാതാവ് അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.